ശ്രീജിത്ത്, ഇപ്പം പാലക്കാടാണ് ഏറ്റവും വലിയ ചിത്രമൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് പോയെങ്കിലും ഈ വന്നത് RSSന്റെ ഒക്കെ ഒരു തട്ടകത്തിൽ നിന്ന്. അപ്പൊ ആ ഗുണങ്ങളൊന്നും തന്നെ അങ്ങോട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സന്ദീപ് വാര്യര് വിട്ടുമാറുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. കോൺഗ്രസിനകത്ത് ഒരു RSSകാരനായിരിക്കും. തീർച്ചയായും RSSൽ അദ്ദേഹം പ്രത്യേക RSSകാർക്ക് വേണ്ടി ഒരു വിഭാഗത്തെ തന്നെ രൂപീകരിക്കുമോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. തുടക്കം അദ്ദേഹം പാർട്ടി മാറി വന്നതിന് പിന്നാലെ ഒരു അങ്കലാപ്പായിരുന്നു. അദ്ദേഹം പാണക്കാട് തങ്ങളെ കാണാൻ പോകുന്നു, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിനെ ഇക്ക എന്ന് വിളിക്കുന്നു. അത്തരത്തിൽ തന്റെ മതേതരത്വ മൂല്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്തായാലും ജനങ്ങൾ അത്തരം ഗിമ്മിക്കുകളൊന്നും വിശ്വസിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും RSSന്റെ ബോധ്യം, ആ ആശയം നിലവിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ചിലപ്പോൾ അടുത്ത ഇപ്പോൾ ചെറിയൊരു കസേര കിട്ടാത്തതിന്റെ പേരിലുള്ള ചെറിയ തർക്കമാണല്ലോ പാർട്ടി വിട്ടുപോകുന്നത്, പ്രത്യേകിച്ച് സുരേന്ദ്രനുമായുള്ള തർക്കം. ആ തർക്കങ്ങൾ പരിഹരിക്കുന്ന ഒരു നേതൃത്വം തിരിച്ചു വരികയാണെങ്കിൽ സന്ദീപ് വാര്യറിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചർച്ചകളും ചിലപ്പോൾ നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം സന്ദീപ് വാര്യർ എല്ലാ കാലത്തും തീവ്രമായി തന്റെ നിലപാടുകൾ വ്യക്തമാക്കി പാർട്ടിയിൽ ശക്തിപ്പെട്ട ഒരാളാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം തന്റെ നിലപാടുകൾ തീവ്രമായി തന്നെ പറയും. അതോടൊപ്പം തന്നെ ഈ മുഖം നോക്കാതെ വിമർശിക്കുന്ന ഒരു നേതാവാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഈ സാറിന് തന്നെ അറിയാമായിരിക്കും, 2020 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, പാലക്കാട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP രണ്ടാമതും അധികാരത്തിൽ വന്നപ്പോൾ ആ മുനിസിപ്പൽ കെട്ടിടത്തിൽ ജയ് ശ്രീറാം എന്ന് എഴുതിയ ഒരു ഫ്ലെക്സ് ബോർഡ് പ്രദർശിപ്പിക്കുന്ന ഒരു ബാനർ പ്രദർശിപ്പിച്ചിരുന്നു. അതിനെതിരെ വലിയ വിമർശനമാണ് കേരള സമൂഹത്തിൽ നിന്നുണ്ടായത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ, പാലക്കാട്ടെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസും CPM അടക്കമുള്ള പാർട്ടികൾ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷെ അന്നെല്ലാം അത് കൃത്യമായി തന്നെ ഇത് ഗുജറാത്താണ്, ഗുജറാത്തിൽ പാലക്കാട് കേരളത്തിലെ ഗുജറാത്താണ്, ഗുജറാത്തിൽ ഇങ്ങനെ നടക്കൂ എന്ന ധിക്കാരകപരമായ വാക്കുകളിലൂടെയായിരുന്നു അന്ന് സന്ദീപ് വാര്യർ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പാലക്കാട് ജില്ലയിൽ പൈനാപ്പിളിൽ പടക്കം പൊട്ടി ആന ചരിഞ്ഞിരുന്ന സംഭവം സാറിന് ഓർമ്മ കാണാം. ആ സംഭവത്തിൽ മലപ്പുറം ജില്ലയെ വിമർശിച്ചുകൊണ്ട് മലപ്പുറത്ത് ഇത്തരത്തിൽ മൃഗങ്ങൾക്കെതിരെ നിരന്തരം അക്രമങ്ങൾ നടക്കുന്നതായി മേനക ഗാന്ധി രംഗത്ത് വന്നിരുന്നു. അന്ന് മേനക ഗാന്ധിക്ക് വേണ്ടി കേരളത്തിൽ തീവ്രമായി വാദിച്ചതും ഈ സന്ദീപ് വാര്യറാണ്. അതോടൊപ്പം തന്നെ സവർക്കറെ അദ്ദേഹം അനുകൂലിക്കുന്നു. സവർക്കറെ എതിർക്കുന്നവരെല്ലാം വലിയ രൂക്ഷമായ രീതിയിൽ അതാണ് രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് ഭാരത് ജോഡോ യാത്ര നടത്തിയോ പറഞ്ഞു അത് ആൻഡമാനിലേക്കാണ് പോകേണ്ടത്, സവർക്കർ കിടന്ന ജയിലിലേക്ക് പോകേണ്ടതാണ്, അവിടെ പോയി പ്രായശ്ചിത്തം നടത്തണമെന്ന്. അങ്ങനെ സവർക്കറെ ഉൾപ്പെടെ ആരാധിക്കുന്ന, അല്പസമയം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഈ കെ മുരളീധരനെ ഇന്നലെ പറഞ്ഞത് ആന, കടൽ, മോഹൻലാൽ, മുരളീധരൻ, കേരളത്തിലെ ആൾക്കാർ എന്നും അടുക്കാതെ കാണാൻ ആഗ്രഹിക്കുന്ന 4 കാര്യങ്ങളെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയപ്പോൾ അദ്ദേഹത്തെ കാർട്ടൂൺ രൂപത്തിൽ, അദ്ദേഹത്തിന് മൂക്കല ഒന്ന് അറിയാലോ, ആ രീതിയിൽ ഒരു കാർട്ടൂൺ രൂപത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന പഴയ പോസ്റ്റുകളെല്ലാം എന്തായാലും കാണാൻ ഇടയാക്കുന്നു. അതെല്ലാം എന്തായാലും BJPക്കാർ കുത്തിപ്പൊക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഹിന്ദുത്വ ബോധം ഉള്ള ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ. അദ്ദേഹത്തിന് എത്ര നാൾ, ഇപ്പോൾ കോൺഗ്രസ് മുൻപുള്ള കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗിന് അടിമപ്പെട്ട ഒരു കോൺഗ്രസ് ആണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തോടു കൂടി തന്നെ പണ്ടെല്ലാം കോൺഗ്രസ് പറയും മുസ്ലിം ലീഗ് അനുസരിക്കും. പുതിയ കാലത്ത് മുസ്ലിം ലീഗ് പറയും കോൺഗ്രസ് അനുസരിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതിന് കാരണം മലബാറിലെ പല മണ്ഡലങ്ങളിലും, പാലക്കാടായാലും മലപ്പുറമായാലും കോഴിക്കോടായാലും കണ്ണൂരായാലും കാസർഗോഡായാലും ഈ ജില്ലകളിൽ, പ്രത്യേകിച്ച് വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കോൺഗ്രസിന് വിജയിക്കണമെങ്കിൽ, ഒരു MLA എങ്കിലും വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിനെല്ലാം പിണക്കി എത്ര നാൾ ഈ സന്ദീപ് വാര്യറിനെയുമായി കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് സംശയമാണ്. എന്തായാലും അവസാന ഘട്ടത്തിൽ ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ഒരു വാർത്ത, സന്ദീപ് വാര്യർ BJPയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ
സന്ദീപിന്റെ നാട്ടിൽ RSSന്റെ ഒരു ഓഫീസ് കാര്യാലയം നിർമ്മിക്കാനായി സ്ഥലം ആവശ്യമായി വന്നപ്പോൾ ഈ സന്ദീപ് വാര്യരുടെ അമ്മ നൽകാമെന്ന് പറഞ്ഞു. RSSന്റെ ഓഫീസ് നിർമ്മിക്കാനായി ഈ സ്ഥലം അനുവദിക്കാമെന്ന് പറയുകയും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവേശിച്ച സന്ദീപ് വാര്യരോട് മാധ്യമങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ആ സ്ഥലം RSSന് വിട്ടു നൽകുമോ എന്ന്. അപ്പോൾ ആ സന്ദീപ് വാര്യരുടെ മറുപടി ഉറപ്പായിട്ടും വിട്ടു നൽകും, 1 വർഷം കാത്തിരിക്കാം. അത് RSS ചോദിച്ചില്ലെങ്കിൽ മറ്റെന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾക്കോ മറ്റു കെട്ടിടം നിർമ്മിക്കാനോ കൊടുക്കും. എന്തായാലും RSSനായി സന്ദീപ് വാര്യർ 1 വർഷം വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. കോൺഗ്രസ്സുകാരനായ സന്ദീപ് വാര്യർ RSSന് കെട്ടിടം നിർമ്മിക്കാൻ, ഓഫീസ് നിർമ്മിക്കാൻ, കാര്യാലയം നിർമ്മിക്കാനായി സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം എങ്ങനെയാണ് മുസ്ലിം ലീഗ് നോക്കിക്കാണുക എന്നത് വളരെ ഗൗരവകരമാണ്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ, 1 വർഷം എന്ന് പറയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് കാലം വരികയാണ്. തദ്ദേശത്തെ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അതോടൊപ്പം തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഘട്ടത്തിലെല്ലാം ഈ RSSന് ഭൂമി നൽകുന്ന സന്ദീപ് വാര്യരെ എങ്ങനെ ന്യൂനപക്ഷങ്ങൾ അംഗീകരിക്കും, എങ്ങനെ മുസ്ലിം ലീഗ് അംഗീകരിക്കും, കോൺഗ്രസിലെ മറ്റു ഘടകകക്ഷികൾ എങ്ങനെ അംഗീകരിക്കും എന്നത് സംശയമാണ്. അതിനാൽ തന്നെ നിരന്തരം അദ്ദേഹത്തെ ചവിട്ടിപ്പുറത്ത്, ഒന്നെങ്കിൽ അദ്ദേഹം പുറത്തു പോകണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കോൺഗ്രസ് തന്നെ ചവിട്ടിപ്പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നിലവിൽ ആരംഭിക്കും. അതോടൊപ്പം തന്നെ പല വിഷയങ്ങളുമുണ്ട്. അദ്ദേഹത്തിന്റെ മട്ടാഞ്ചേരി മാഫിയ എന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗത്തെ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഈ മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ച് സിനിമയിൽ വളർന്നു വന്നിരുന്ന ഒരു വിഭാഗത്തിലെ കലാകാരന്മാരെ അദ്ദേഹം അപമാനിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അദ്ദേഹം കേരളത്തിൽ പൂർണ്ണമായി തന്നെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെയധികം ഈ BJP അണികളിലും തീവ്ര ഹിന്ദുത്വയിൽ വിശ്വസിക്കുന്നവർ ഇടയിലെല്ലാം വലിയ സ്വീകാര്യത കിട്ടാൻ ഇതാണ് കാരണം ഇദ്ദേഹത്തിനെ പോലെ പല നേതാക്കളുമുണ്ട്. അവരെല്ലാം സമരവുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ ഇദ്ദേഹം തീവ്രമായ ആശയങ്ങൾ ഫേസ്ബുക്കിലൂടെയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും സ്വീകാര്യത ലഭിച്ചത്. ആ സ്വീകാര്യത മുതലാക്കിയായിരുന്നു അദ്ദേഹത്തിന് ഈ തുടക്കത്തിൽ തന്നെ അദ്ദേഹം 2016 എന്തോ ആണ് ഈ രാഷ്ട്രീയത്തിലെല്ലാം ചർച്ചകളിലെല്ലാം സജീവമാകുന്നത്. 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന് ഷൊർണൂരിൽ സീറ്റ് നൽകുകയാണ് BJP. അങ്ങനെ സീറ്റ് നൽകി അദ്ദേഹം 3-ാം സ്ഥാനത്തിന് എത്തിയെങ്കിലും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം ചെറിയൊരു ഗ്യാപ്പിൽ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം വരെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അണികൾ പൂർണ്ണമായി തന്നെ ഇദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കാനായി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നാം ഇനി നോക്കിക്കാണേണ്ട ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ RSSന് ഭൂമി നൽകുന്ന സന്ദീപ് വാര്യറിനെ എങ്ങനെ കോൺഗ്രസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിനും വലിയ തിരിച്ചടിയാണ് സന്ദീപ് വാര്യർ നൽകിയിരിക്കുന്നത്. ഇതിപ്പോ 2 വിഭാഗത്തെയും ബാധിച്ചിരിക്കുകയാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ. കാരണം ഹൈന്ദവ വിഭാഗം നോക്കുമ്പോൾ അദ്ദേഹം ഈ നരേന്ദ്രമോദിയെ തെറി പറഞ്ഞുകൊണ്ട് ഈ പാണക്കാട്ടേക്ക് പോകുകയാണ്. അങ്ങനെ മറിച്ച് തിരിച്ചു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ പോസ്റ്റുകൾ നോക്കുമ്പോൾ ഈ ന്യൂനപക്ഷത്തെ അതിരൂക്ഷമായി, എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രനോ മറ്റ് ശോഭാ സുരേന്ദ്രനോ കേരളത്തിലെ മുതിർന്ന നേതാക്കളൊന്നും പറയാത്ത രീതിയിൽ അതിരൂക്ഷമായാണ് ഈ മറ്റു വിഭാഗങ്ങളെ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ. എന്തായാലും സന്ദീപ് വാര്യറിന്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്ന് ഇനി കണ്ടറിയണം. അദ്ദേഹത്തിന് എന്തായാലും ഒറ്റപ്പാല സീറ്റോ അതോടൊപ്പം തന്നെ VT ബലറാമിന്റെ ഒരു സീറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ സീറ്റോ ഏതോ കൊടുക്കാമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നതെന്നും പറയുന്നുണ്ട്. പക്ഷെ ആ മണ്ഡലങ്ങളിലെല്ലാം ന്യൂനപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലം തന്നെയാണ് അതിൻ്റെതായ രീതിയിൽ വാര്യര് പാണക്കാട്ടേക്ക് പോയതും അത്തരത്തിലുള്ള നീക്കമൊക്കെ നടത്തുന്നത്. അല്ല, പക്ഷെ അവിടെ പോകുമ്പോഴും RSSന് ഭൂമി നൽകുന്ന ഒരു വ്യക്തിയെ ന്യൂനപക്ഷങ്ങൾ അംഗീകരിക്കുമോ എന്നൊരു ചോദ്യം നാം നോക്കിക്കാണണം. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാവുന്നതാണ്, പൗരത്വ ഭേദഗതി സമരവുമായി ബന്ധപ്പെട്ട RSSനെ ബഹിഷ്കരിക്കുക, RSSകാരുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പാടില്ല, അത്തരത്തിൽ അവരെ ഒറ്റപ്പെടുത്തുക എന്ന രീതിയിൽ വളരെ പ്രചരണം നടത്തിയ ന്യൂനപക്ഷമുള്ള ഈ നാട്ടിൽ RSSന് ഭൂമി നൽകുന്ന ഈ സന്ദീപ് വാര്യറിനെ എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുമെന്നതും സംശയമാണ്. മുൻപുള്ള കാലങ്ങളിൽ വലിയ സവർണ വിഭാഗത്തിനെല്ലാം വലിയ സ്വാധീനമുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ്.
അതോടൊപ്പം തന്നെയാണ് ഇടതുപക്ഷത്തിന് പിന്നോക്ക സപ്പോർട്ടും ലഭിച്ചിരുന്നത്, പിന്നോക്ക വിഭാഗങ്ങളുടെ സപ്പോർട്ടും ലഭിച്ചിരുന്നു. അങ്ങനെ സവർണ വിഭാഗങ്ങൾക്ക് പോലും ഇപ്പോൾ കോൺഗ്രസിൽ ശബ്ദമില്ല. അതിനാൽ തന്നെയാണ് സവർണ വിഭാഗവും മറ്റ് ഹിന്ദു വിഭാഗങ്ങളും BJP-യിലേക്ക് ഒഴുകുന്നത്. വലിയ രീതിയിൽ തന്നെ ഈ നാം ഇരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളാണ്. ഇപ്പോൾ അവിടെയെല്ലാം ഇപ്പൊ നേമം മണ്ഡലത്തിൽ കോൺഗ്രസ് ഒന്നുമല്ലാതായി. ഇപ്പോൾ കഴക്കൂട്ടം, വട്ടൂർക്കാവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഒരു കാലത്തെല്ലാം കോൺഗ്രസിന്റെ കഴക്കൂട്ടം മണ്ഡലമല്ല അവസാന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ MLA ഉണ്ടായിരുന്നതാണ്. ഇനി ചരിത്രം മാറിയാൽ പോലും അവിടെ ഒരു കോൺഗ്രസിന് ഒരു MLA കിട്ടുമോ എന്നുള്ളത് സംശയകരമായ ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ ന്യൂനപക്ഷ പ്രീണനം നടത്താൻ സന്ദീപ് വാര്യർ ശ്രമിക്കുമ്പോഴും തന്റെ ഉള്ളിലെ RSSന്റെ ആ മനസ്സ് സന്ദീപ് അറിയാതെ തന്നെ പുറത്തു വരികയാണ്.